ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളാണ് ഇനി പരീക്ഷയിലേക്ക് ഉള്ളത്. അപ്പൊ മലയാളവും എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും നല്ല മാർക്ക്, ഫുൾ മാർക്ക് തന്നെ നമ്മൾ വാങ്ങേണ്ട ഒരു വിഷയമാണ് അല്ലെ. അപ്പൊ മലയാളത്തില് കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് അല്ലെ, നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് മാക്സിമം ആ പാഠഭാഗം മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കോണ്ടന്റുകളാണ് ടീച്ചർ ഇനി മക്കൾക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടി ഉദ്ദേശിക്കണേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് വേണ്ടത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തരേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടീച്ചർക്ക് അടുത്ത വീഡിയോകളിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ പ്രയോറിറ്റി നോക്കി ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നൊക്കെ നോക്കിയിട്ട് ടീച്ചർക്ക് ആ രീതിയിൽ വളരെ സിമ്പിളായി ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ പത്രനീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് അല്ലടാ അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്? വളരെ രസമുള്ള ഒരു പാഠഭാഗം തന്നെയാണ് അല്ലെ. വളരെ സമകാലിക പ്രസക്തിയുള്ള അല്ലെ. ഇപ്പൊ സമകാലിക പ്രസക്തി എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലും അല്ലെ പ്രസക്തമായിട്ടുള്ള വിഷയം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പലപ്പോഴും നമുക്ക് എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എഴുതാൻ, ഉപന്യാസം എഴുതാൻ, പ്രഭാഷണം എഴുതാൻ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു സമകാലിക പ്രസക്തമായിട്ടുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് SI ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗം കൂടെയാണ് ഇത് പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ, അപ്പൊ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പഠിക്കാനില്ല. സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് അല്ലെ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റുകളൊക്കെ എന്താണ് ചടപടയെന്ന് എഴുതാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് പത്രനീതി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പത്രങ്ങൾക്കുണ്ടായിരിക്കേണ്ട നീതിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടൊരു പാഠഭാഗമാണ്, ലേഖനമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പത്രം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പുതിയ കാലത്ത് നമ്മൾ അതിനെ വായിക്കുമ്പോൾ മാധ്യമങ്ങൾ എന്നതിനെ തിരുത്തി വായിക്കണം. കാരണം പത്രങ്ങൾ മാത്രമല്ല, പുതിയ കാലത്തുള്ള മാധ്യമ സംസ്കാരത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പേരിലൂടെ അല്ലെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്. ആരാണ് എഴുതിയത്? സുകുമാർ അഴീക്കോടാണ് അല്ലെ. മലയാളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരിലെ സാഗരഗർജനം എന്നൊക്കെ അറിയപ്പെടുന്ന മനോഹരമായ രീതിയിൽ വാക്കുകൾ അമ്മാനമാടി അല്ലെ സംസാരിച്ച് പ്രഭാഷണം നടത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് കൃതികൾ അദ്ദേഹം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ആശാന്റെ സീതാകാവ്യം, രമണനും മലയാള കവിതയും, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, അങ്ങനെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിന്റെ ആശയമാണ്, എന്താണ് പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗം എന്നാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ അല്ലെ മാധ്യമങ്ങൾ, പത്രം എന്നുള്ളത് ടീച്ചർ മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ. അത് സോഷ്യൽ മീഡിയാസ് ആവാം അല്ലെ, അത് TV അല്ലെ ചാനലുകളാവാം അല്ലെ, പത്രം മാത്രമല്ല, ഇതെല്ലാം ഉൾപ്പെടുന്ന മീഡിയ മാധ്യമത്തെയാണ് നമ്മൾ പുതിയ കാലത്ത് അല്ലെ, പത്രം എന്നത് ലേബലിൽ മാത്രം ഒതുങ്ങരുത്, മാധ്യമം എന്നുള്ള വിശാലമായ അർത്ഥത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ പഠിക്കണം. ഓക്കെ, അപ്പോൾ പുതിയ കാലത്ത് അല്ലെ മനുഷ്യ മനസ്സുകളിൽ, നമ്മളുടെയൊക്കെ മനസ്സുകളിൽ എന്താണ്, ഈ മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭീകരമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. പലപ്പോഴും സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ എന്താണ് നമുക്ക് ലഭിക്കണമെന്നില്ല. പലപ്പോഴും എന്ത് ചെയ്യുന്നു, സത്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. ഇതിൽ പറഞ്ഞതുപോലെ, പാഠഭാഗത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ സത്യം അറിയണമെങ്കിൽ ഒന്നിലധികം പത്രങ്ങൾ വായിക്കേണ്ട ഒരു ആവശ്യകത അല്ലെങ്കിൽ ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് വരുന്നുണ്ട് അല്ലെ. അതേപോലെ എന്താണ്, ആ സാമൂഹ്യ തിന്മകൾ മനസ്സിലാക്കാൻ എന്താണ് പത്രമാധ്യമങ്ങൾക്ക് കഴിയണം അല്ലെ. പത്രങ്ങൾക്ക് നൽകുന്ന താക്കീതായിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് ഈ ഒരു പാഠഭാഗത്തെ കാണാൻ വേണ്ടിയിട്ട്. സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി എന്ത് ചെയ്യേണ്ടത്, പത്രങ്ങൾ പ്രവർത്തിക്കേണ്ടത്. കാരണം പലപ്പോഴും നല്ല പത്രങ്ങൾ അല്ലെങ്കിൽ നല്ല മാധ്യമ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നിടത്താണ്ട് നല്ല അടിപൊളി ഭരണം ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമുക്കറിയാം, കേരളത്തിലൊന്നും അങ്ങനെ എന്താണ് പറയാ, നമുക്ക് ഭീകരമായിട്ടുള്ള അഴിമതികളും അല്ലെങ്കിൽ എന്താ പറയാ മനുഷ്യർക്കെതിരെയുള്ള കാര്യങ്ങളൊന്നും ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ശക്തമായ രീതിയിലുള്ള ഒരു മാധ്യമ അല്ലെ സംസ്കാരം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ജനങ്ങളെ ഭരണത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, വളരെ എളുപ്പത്തിൽ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്തപ്പെടുന്നുണ്ട്. ഇതുപോലെയല്ല മറ്റു പല രാജ്യങ്ങളിലും, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയല്ല അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ പോലും, കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും എന്താണ് മാധ്യമങ്ങൾ ഈ പറയുന്ന മാധ്യമ ധർമ്മം അല്ലെ, പത്രനീതി മറന്നുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്,
നമ്മുടെ സൊസൈറ്റിയിൽ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ തിന്മകൾക്കെതിരെ പ്രതികരിക്കണം അല്ലെ, തിരുത്തൽ ശക്തിയാവുകയാണ് എന്ത് വേണ്ടത്, മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് അല്ലെ. അപ്പൊ രാഷ്ട്രീയത്തിലെ 4ാമത്തെ ശക്തി അല്ലെ, ജനാധിപത്യത്തിലെ 4ാമത്തെ ശക്തി, മഹാശക്തിയായിട്ടാണ് ഇതിനെ കുറിച്ച് പറയുന്നത്, പത്രങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മീഡിയകളെ കുറിച്ച് പറയുന്നത് അല്ലെ. നല്ല പത്രങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, ഭരണാധികാരികളുടെ ആവശ്യം പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം അത്ര അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭരണം വരെ നടക്കും, വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മീഡിയ സിസ്റ്റം ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പത്രങ്ങൾ തന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ ലോകത്തെ നയിച്ചു കൊള്ളും എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും പത്രങ്ങൾ സത്യത്തെ വളച്ചൊടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, പല പത്രങ്ങൾ ഓരോരോ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെ, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പത്രമുണ്ട്. ഇപ്പൊ അവരുടെ കാര്യങ്ങൾ മാത്രം നല്ലതായിട്ടായിരിക്കും അത്തരം പത്രങ്ങൾ വരിക. നിങ്ങൾക്ക് തന്നെ അറിയാം, ടീച്ചർ പറയേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ അത് ഒരു പത്രത്തിന്റെ കാര്യം നമുക്ക്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ ഒരു രാഷ്ട്രീയ ശക്തിയുടെ കാര്യം അറിയണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള പത്രം വായിച്ചാലായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് വശം നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ എന്തായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം എപ്പോഴും പത്രങ്ങൾ എന്നുള്ളതാണ്, സത്യസന്ധമായിരിക്കണം. അത് ഒരു ആളുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒന്നും എന്ത് ചെയ്യരുത്, പ്രവർത്തിക്കുന്നതാവരുത് പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്നുള്ളതാണ്. അത് പക്ഷെ എന്താണ്, നമ്മൾ ജീവിക്കുന്ന കാലത്തിൽ നടക്കാത്തൊരു കാര്യമാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അല്ലെ. ഇങ്ങനെ സത്യസന്ധമായി പത്രധർമ്മം നിർവഹിക്കേണ്ടത് എന്താണ്, വളരെ അത്യാവശ്യമാണ്. പക്ഷെ ലേഖകൻ പല പത്രങ്ങൾ വായിക്കുന്നു സത്യം അറിയുന്നതിന് വേണ്ടി എന്ന് സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട്. ശീലമായി പോയതുകൊണ്ടാണ് അല്ലെ. പത്രവായന എന്ന് പറയുന്നത് ധൂമപാനം പോലെ, മദ്യപാനം പോലെ എന്താണ്, നമുക്കറിയാം ആരോഗ്യത്തിന് ദോഷം അറിഞ്ഞിട്ടും നമ്മൾ അത് ശീലത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതേപോലെ കുഞ്ഞുനാള് മുതൽ ലേഖകന്റെ അല്ലെ ശീലമായി മാറിയ ഒരു കാര്യമാണ് എന്ത്, പത്രവായന എന്ന് പറയുന്നത്. അപ്പൊ അത് ദോഷമാണെന്ന് അറിഞ്ഞിട്ടും, ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ അല്ലെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് നിർത്താൻ പറ്റുന്നില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തെ എന്താ ചെയ്യണേ, അദ്ദേഹം സത്യം അറിയാൻ വേണ്ടിയിട്ട് ഒന്നിലധികം പത്രങ്ങൾ, പല പത്രങ്ങൾ വായിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെ സത്യസന്ധമായ വാർത്തകൾ അറിയിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട് അല്ലെ. ജനങ്ങളോട് അത്രയും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാനുള്ള ബാധ്യത ഓരോ പത്രമാധ്യമങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. പത്രത്തിന്റെ നിലപാടുകൾക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അതേപോലെ മാധ്യമങ്ങളുടെ ജനസ്വാധീനം. അപ്പൊ പലപ്പോഴും എന്താണ്, നമുക്ക് പല അസത്യമായിട്ടുള്ള വാർത്തകളും പല മനുഷ്യരുടെയും ജീവിതം അല്ലെ ഇല്ലാതാക്കിയ കഥകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോൾ പത്രങ്ങൾ അങ്ങ് കൊടുക്കുകയാണ്. ഇപ്പൊ പല ഓൺലൈൻ ചാനലിന്റെ അടിയിലും വരുന്ന ക്യാപ്ഷൻ വായിച്ചിട്ട് നമ്മൾ ആ വീഡിയോ നോക്കിയിട്ട് എത്ര തവണ നമ്മൾ തന്നെ ശശികളായിട്ടുണ്ട് അല്ലെ. മരിക്കാത്ത എത്രയോ മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയകൾ, എത്രയോ ആളുകൾ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്, എത്രയെത്ര വൃത്തികേടുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ പലതും എന്താണ്, ഈ പറയുന്ന മാധ്യമധർമ്മത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ നടക്കുന്ന പല കാര്യം. ഇപ്പോൾ ഒരു സങ്കോചവും ഇല്ലാതെ ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൈക്ക് തൂക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളതെന്ന് ചോദിച്ച് പോകുന്ന അല്ലെ. അവരവരുടെ എന്താണ് ചാനലിന്റെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതം എടുത്തിട്ട് അല്ലെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ ഓരോരുത്തരുടെ ചാനലിന്റെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ തരത്തിലുള്ള കോപ്രായങ്ങൾ പുതിയ കാലത്ത് കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ് അല്ലെ. അതേപോലെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് എന്താണ്, പത്രങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരുപാട് സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലുള്ള മാധ്യമ ഇടപെടലുകളാണ് പുതിയ കാലത്ത് നമ്മൾ ഏറെക്കുറെ അല്ലെ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പത്രം ചില പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ നിലപാട് അടിച്ചേൽപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന കാഴ്ചയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിവേകത്തോടു കൂടെ നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഈ മാധ്യമങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ചതിക്കുഴിയിലേക്ക് അല്ലെ പലരും പറയുന്ന നുണയിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ വീണു പോകുന്നുള്ളതാണ്. പ്രശ്നങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ധാർമ്മികതയെ കുറിച്ച് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാഠഭാഗം നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സംഭവം പല പത്രങ്ങളിൽ വ്യത്യസ്ത തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, വാർത്തയാകുന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിനെ കേന്ദ്രീകരിച്ചാണെങ്കിൽ ആ സ്ഥാപനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രമാണെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു അല്ലെ, അതിന്റെ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും പത്രത്തിലുണ്ടാവുക. അപ്പോൾ ഒരു കാര്യത്തെ തന്നെ പല രീതിയിലാണ് പല പത്രങ്ങളും എന്ത് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ പാഠഭാഗത്തിൽ എന്താണ്, ഒരുപാട് ആളുകൾ, പ്രശസ്തരായിട്ടുള്ള പല ആളുകളും പത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ലെ അവരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്
ഭയണറ്റിനേക്കാൾ ഞാൻ ഭയക്കുന്നത് പത്രത്തെയാണ് എന്ന് അല്ലെ. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? നമുക്ക് നോക്കാം. നെപ്പോളിയൻ ആണ് പറഞ്ഞത്. ആരാണ് നെപ്പോളിയൻ നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് ഭയണറ്റ് എന്താന്ന് നോക്കാം അല്ലെ. ഇങ്ങനെ കത്തി പോലെ തോക്കിന്റെ രൂപത്തിലുണ്ടാവുക, പക്ഷെ ഇങ്ങനെ കൂർത്ത മൂർച്ചയുള്ള ഒരു ആയുധമാണ് അല്ലെ. കത്തി പോലെയാണ് അതുണ്ടാവുക, തോക്കിന്റെ രൂപമാണ്. അതിനെയാണ് ഭയണറ്റ് എന്ന് പറയുന്നത്. നല്ല നല്ല വേദനയാണ് അല്ലെ, നല്ല മൂർച്ചയായിരിക്കും. അപ്പൊ ഇതിനേക്കാൾ ഞാൻ ഭയക്കുന്നത് എന്തിനെയാണ്? പത്രത്തെയാണ് എന്നാണ് നെപ്പോളിയൻ അല്ലെ. സ്വേച്ഛാധിപതിയായ അല്ലെ ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയും ഒക്കെ ആയിട്ടുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? പത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫ്രഞ്ച് വിപ്ലവ യുദ്ധങ്ങൾ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന യുദ്ധങ്ങളാണ് അല്ലെ നെപ്പോളിയൻ എന്ന് പറയുന്ന ആ സ്വേച്ഛാധിപതിയെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈനികനെ ലോകം അറിയുന്നത് അല്ലെ ആ യുദ്ധങ്ങളുടെ പേരിലാണ്. അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് നെപ്പോളിയന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വാചകം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പത്രത്തെക്കുറിച്ച്. എനിക്ക് ഭയണറ്റിനേക്കാൾ ഭയം എന്തിനെയാണ്? പത്രത്തെയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു? പത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ അല്ലെ അത്തരം അല്ലെ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ആര് പറഞ്ഞു, എന്തു പറഞ്ഞു, എന്തിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് വരും. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ആശയം അല്ലെ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരിക എന്നുള്ളത് നമുക്ക് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പാഠഭാഗത്തിൽ എന്താ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതേപോലെ നമുക്ക് ഓരോ പാഠഭാഗങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഈ വീഡിയോയുടെ താഴെ മക്കൾ കമന്റ് ചെയ്യണം ഏത് പാഠഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെ, അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതൊക്കെ മക്കൾ കമന്റ് ചെയ്തല്ലേ ടീച്ചർക്ക് അറിയുള്ളൂ. അപ്പൊ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ വേണം. നിങ്ങൾ ഫ്രണ്ട്സിന് ക്ലാസ് ഇല്ലേ ഫ്രണ്ട്സിന് അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന CBSE നമ്മൾ മലയാളം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം? മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ പഠിച്ചു തുടങ്ങണം കേട്ടോ, സമയമൊന്നും കളയരുത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. എല്ലാവരും ഉഷാറല്ലേ? അടിപൊളിയല്ലേ? ഓൾ ദി ബെസ്റ്റ്.